പത്തനംതിട്ടയിലെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹം കോന്നി ഇടത്തട്ടിലെ മോർച്ചറിയിലേക്ക് മാറ്റുന്നു. ബന്ധുക്കൾ വിദേശത്ത് നിന്നെത്തിയ ശേഷം സംസ്കാരം. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി. വാഹനങ്ങളുടെ വേഗത അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ചില കാര്യങ്ങൾ. പക്ഷേ അവിടുത്തെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോൾ മഴ പെയ്താലും റോഡ് വളരെയധികം ഗുരുതരമായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അപകട മേഖലയായി മാറുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും അവിടെ നിരവധി വാഹന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അധികൃതർ ആരും നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് മറ്റൊരു വാഹനാപകടം ഉണ്ടായിരുന്നുവെന്നും ഇതിനു മുമ്പ് തന്നെ ഈ പ്രദേശവാസികളെല്ലാം ഇത്തരത്തിൽ ഇവിടുത്തെ വാഹനാപകടം ഉണ്ടാകുന്നതിനെ തുടർച്ചയായ വാഹനാപകടം ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ അധികൃതരുമായി പങ്കുവച്ചിരുന്നതും അതൊരു പരാതിയായി മെമ്മോറാണ്ടമായും എല്ലാം അത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടം നടന്ന അന്തരിച്ച വ്യക്തികളുടെ വീട് ഈ അപകടം നടന്ന സ്ഥലത്തിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ മാത്രം മാറിയാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അനുവിൻ്റെ വീട്ടിലാണുള്ളത്. അനുവിൻ്റെയും അതുപോലെ തന്നെ ബിജു ജോർജിൻ്റെയും വീട്ടിലാണുള്ളത്. ഇത്തരത്തിൽ നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു മേഖല തന്നെയാണ് ഇത്. നാട്ടുകാർ ആശങ്കപ്പെടുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു മഴയുണ്ടായാൽ പോലും റോഡിൽ നിരന്തരം അപകടമുണ്ടാകുന്ന അവസ്ഥ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കണമെന്നും എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കണമെന്നും നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഈ ഒരു ദിവസം വരെ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു നടപടിയിലേക്ക് എടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ 4 പേരുടെ ജീവൻ പൊലിഞ്ഞ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ മധുവിധു കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കും മുമ്പേ ഉണ്ടായ ഈ ഒരു അപകടം ഇത്തരത്തിൽ നവദമ്പതികളും അവരുടെ പിതാക്കന്മാരും നഷ്ടപ്പെടുന്ന ഒരു ദാരുണമായൊരു സംഭവത്തിന് ശേഷവും ഇപ്പോഴും ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയിലേക്ക് അധികൃതർ എത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. MVDയും മറ്റ് വിദഗ്ധരും ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് സംബന്ധിച്ച് വാഹനത്തിൻ്റെ വേഗത ഈ അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചിട്ടുണ്ടാകാമെന്നുള്ള നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് റോഡിൻ്റെ സാങ്കേതിക പിഴവുകളോ അല്ലെങ്കിൽ സാങ്കേതിക വശങ്ങളെല്ലാം തന്നെ കൂടുതൽ പരിശോധനയിൽ തന്നെയാണ് വ്യക്തമാകേണ്ടത്. നമ്മളിപ്പോൾ ഉള്ളത് അനുവിൻ്റെ വീട്ടിലാണുള്ളത്. ഈ വീട് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ദിവസത്തിൽ ഏറ്റവും നിർഭാഗ്യവന്മാരായിട്ടുള്ള ഒരു കുടുംബമാണ് ഇത്. നമുക്കറിയാം ഏതാണ്ട് 15 ദിവസം മുമ്പ് വലിയ ആഹ്ലാദാരവങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന വീട് ഇന്ന് ശോകമൂകം തന്നെയാണ്. ഇവിടെ എത്തിച്ചേർന്നവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത് ഈ അവസ്ഥ തന്നെയാണ്. കാരണം 15 ദിവസം മുമ്പ് വളരെ ആഹ്ലാദത്തോടെയായിരുന്നു. ഏതാണ്ട് 8 വർഷം നീണ്ടുനിന്ന ഒരു പ്രണയം വിവാഹത്തോടുകൂടി സാഫല്യത്തിലേക്ക് എത്തിയിരിക്കുകയും അതിനുശേഷം അവർ വീണ്ടും മധുവിധുവിനായി മലേഷ്യയിലേക്ക് പോവുകയും എല്ലാം ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്യധികം സന്തോഷത്തിൻ്റേതായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് കടന്നു പോകുന്നതിനിടെയാണ് ഇപ്പോൾ പൊടുന്നനെ ഈ ഒരു അപകടം, ഈ ദുരന്തം അവർക്ക് ജീവിതത്തിൽ വലിയ വില്ലനായി തീർന്നത്. ഇത്തരത്തിൽ വലിയ അവസ്ഥയിലേക്ക് ഇവർ എത്തിപ്പെടുകയും ഏറെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഈ കുടുംബത്തെ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. ഈ 4:30-5 മണിയോടുകൂടി ഈ നാട്ടുകാരെല്ലാം തന്നെ ഈ അപകട വാർത്ത അറിയുകയും അവിടേക്ക് ഓടിയെത്തുകയും ആശുപത്രിയിലേക്ക് അടക്കം ഓടിയെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ബിജു ജോർജ്, നമ്മളിപ്പോൾ നിൽക്കുന്ന അനുവിൻ്റെ പിതാവ് ഈ ബിജു ജോർജ് ഇത്തരത്തിൽ നല്ല സഹകരണവുമായി ബന്ധുക്കളുമായും നാട്ടുകാരുമായും നല്ല സഹകരണവുമെല്ലാമുള്ള ഒരു വ്യക്തിയാണ്. സൈന്യത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇവിടെ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത്തരത്തിൽ വലിയ പിന്തുണയും സഹായ സഹകരണവുമായി നിന്നിരുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം വലിയ കാര്യമാണ് ഈ ബിജു ജോർജിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും. അത്തരത്തിൽ ഈ ഏറ്റവും ആഘോഷപൂർവ്വം നടന്ന ഈ വിവാഹത്തിലെല്ലാം തന്നെ നാട്ടുകാരെല്ലാം ഒന്നിച്ച് പങ്കെടുക്കുകയും ആ സന്തോഷം പങ്കുവെക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ 15 ദിവസങ്ങൾക്ക് ശേഷം തീർത്തും ആകസ്മികമായിട്ടുള്ള ഈ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പുരോഹിതന്മാരും എല്ലാം ഇവിടേക്ക് എത്തി ഈ ബന്ധുക്കൾക്ക്
ബന്ധുക്കളുമായി വിഷമം പങ്കിടുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ ഇവരുടെ കൂടുതൽ ഈ വിവാഹത്തിൽ പങ്കെടുത്തതിന് ശേഷം ബന്ധുക്കളെല്ലാം വിദേശത്തേക്ക് തിരിച്ചു പോയിരുന്നു. ഏതാണ്ട് വിവാഹം കഴിഞ്ഞ് 3 ദിവസങ്ങൾക്കകം തന്നെ ബന്ധുക്കൾ തിരിച്ചു പോയിരുന്നു. അവരെല്ലാം തിരികെ എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് ഒരു തീരുമാനമാകൂ എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കുടുംബവും ഈ നാട് മുഴുവൻ ഏതാണ്ട് 1/2 കിലോമീറ്റർ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ 2 വീടുകളുള്ളത്. ഈ ഇത്തരത്തിൽ നിഖിലിൻ്റെയും അനുവിൻ്റെയും വീടുകൾ തമ്മിൽ 1/2 കിലോമീറ്റർ മാത്രമാണ് അന്തരമുള്ളത്. അത്തരത്തിൽ ഈ ഒരേ ഇടവകയിൽ തന്നെയാണ് ഇവരുള്ളത്. അതുകൊണ്ട് തന്നെ നീണ്ട 8 വർഷത്തെ പ്രണയവും അതിനുശേഷമുള്ള സാഫല്യവും എല്ലാം നാട്ടുകാർക്കെല്ലാം വളരെ പരിചിതം കൂടിയായിരുന്നു. ബന്ധുക്കളുടെ സമ്മതത്തോടു കൂടിയാണ് ഇവരുടെ എല്ലാം വിവാഹം ആഘോഷപൂർവ്വം നടന്നത്. വിവാഹശേഷമുള്ള ആദ്യ ക്രിസ്മസും ആഘോഷകരമാക്കാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു. അതിനുശേഷം മടങ്ങിപ്പോവാനുള്ള ഒരുക്കത്തിൽ കൂടിയായിരുന്നു ഈ കുടുംബം. അതിനിടയിലാണ് ഇത്തരത്തിൽ ഏറ്റവും ദുഃഖാർഹമായ നിമിഷങ്ങളിലേക്ക് ഇവർ അടിതെറ്റി വീണത്.